വെൽക്കം ടു V4 സിവിൽ. V4 സിവിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സർവേയിൽ ഒരു പുതിയ ചാപ്റ്ററാണ് പരിചയപ്പെടുന്നത്, ലെവലിംഗ്. ഓക്കെ, അപ്പോൾ ഈ സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരിന് പറയാറുള്ളത്. ഈ ഒരു ലെവലിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്തൊരു എക്സാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് A ലെവലായാലും ഓവർസിയർ ലെവലായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ട ചാപ്റ്ററാണ്. നമുക്ക് ഓരോ പോർഷൻ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഓരോ പോർഷനും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണ്ടേ, എന്താണ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ലെവലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ വേർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ലെവലിംഗ് ഡീൽസ് വിത്ത് മെഷർമെൻറ്റ്സ് ഇൻ എ വേർട്ടിക്കൽ പ്ലെയിൻ. നമ്മുടെ വേർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് ഡീൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സർവേയിങ് ദ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ്. അപ്പോൾ ലെവലിംഗിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്, ടു ഫൈൻഡ് ദ എലിവേഷൻസ് ഓഫ് ഗിവൺ പോയിൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഓർ അസ്യൂംഡ് ഡാറ്റം. ഈ ഡാറ്റം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഡാറ്റം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് ഹൈറ്റ് പറയാം അല്ലെങ്കിൽ എലിവേഷൻ പറയുന്ന ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റം, അതായത് ആ റെഫറൻസ് ആയി എടുത്ത പോയിന്റിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുന്ന ആ ഡാറ്റത്തിൽ നിന്നും ഒരു പോയിന്റിൻ്റെ എലിവേഷൻ എത്രയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെറൈൻ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തറിയണം, നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡാറ്റം ഇവിടെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലെവലിംഗ് ചെയ്താൽ മതി. കൂടാതെ ഉള്ളൊരു ഒബ്ജക്റ്റീവാണ് ടു എസ്റ്റാബ്ലിഷ് പോയിന്റ്സ് അറ്റ് എ ഗിവൺ എലിവേഷൻ ഓർ അറ്റ് എ ഡിഫറെൻറ്റ് എലിവേഷൻസ് വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഓർ അസ്യൂംഡ് ഡാറ്റ. ഇപ്പോൾ നമുക്ക് എന്ത് ഈ ടെറൈനിൽ തന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ 100 മീറ്റർ എബോ, എവിടെയാണ് 100 മീറ്റർ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ അസ്യൂംഡ് ഡാറ്റത്തിൽ നിന്നും നമ്മളുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ട് 100 മീറ്റർ എവിടെയാണോ കിട്ടുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 100 മീറ്ററിൽ ഒരു പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. കൂടാതെ ഇപ്പോൾ A, B എന്ന് പറഞ്ഞ് 2 പോയിന്റ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എത്രയാണ്, എയിൽ നിന്നും എത്ര ഹൈറ്റിലാണ് B നിൽക്കുന്നത്, അല്ലെങ്കിൽ B നിന്നും എത്ര താഴെയാണ് A നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് ലെവലിംഗ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവലിംഗ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവലിങ്ങിൽ കുറച്ച് ടേംസ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഡാറ്റം, ഫസ്റ്റത്തെ ഈ ഒരു കർവിന് ഡാറ്റം എന്ന് പറഞ്ഞു. ഓക്കെ, ഡാറ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന പോയിന്റ്, നമ്മൾ ജനറലി എടുക്കുന്നത് MSL ആണ്. MSL എന്ന് പറഞ്ഞാൽ മീൻ സീ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എർത്തിൻ്റെ സർഫസിനോട്, അതായത് ഇവിടെ എർത്തിൻ്റെ സർഫസ് ഉണ്ടാവും, അതിൽ നിന്നൊരു കറക്റ്റ് ലെങ്ത്തിലാവുമല്ലോ ഈ ഡാറ്റം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എർത്തിൻ്റെ സർഫസിന് നമ്മൾ പാരലലായിട്ട് വരക്കുന്ന ലൈനുകളെ, അതായത് പാരലലായിട്ട് വരുന്ന സർഫസുകളെ നമ്മൾ ലെവൽ സർഫസ് എന്ന് പറയും. ഓക്കെ, എന്താണ് പറയുക, ലെവൽ സർഫസ്. അപ്പോൾ ലെവൽ സർഫസ് എന്താണ്, നമ്മുടെ എർത്ത് സർഫസിന് പാരലലായിട്ട് കിടക്കുന്ന സർഫസുകളെയാണ് നമ്മൾ ലെവൽ സർഫസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എർത്ത് സർഫസിന് എന്ത് പറയാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്ലംബ് ലൈൻ, ഒരു പ്ലംബ് ബോബ് ഇടുകയാണെങ്കിൽ അതിൻ്റെ പ്ലംബ് ലൈൻ എങ്ങോട്ടാവും, സെൻറ്റർ ടു ദ ഗ്രാവിറ്റിയാണ്. നമ്മൾ എർത്തിൻ്റെ ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആയിട്ടാണ് ആ പ്ലംബ് ലൈൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ലെവൽ സർഫസ് എന്ന് പറയുന്നത് എന്താവും, ഈ പ്ലംബ് ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് ലെവൽ ലൈന്. ലെവൽ ലൈന് എന്ന് പറഞ്ഞാൽ ലെവൽ സർഫസിൽ എടുക്കുന്ന ഒരു ലൈനിനെയാണ് ലെവൽ ലൈന് എന്ന് പറയുക. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ എർത്ത് സർഫസിന് എന്തായിട്ടുണ്ട്, പാരലലായിട്ട് ലെവൽ സർഫസ് ഉണ്ട്. ആ ലെവൽ സർഫസിൽ നമ്മൾ എടുക്കുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ സർഫസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ബുക്ക് ഉണ്ട്, ഇതൊരു ബുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ സർഫസിനെ നമ്മൾ എന്ത് പറയുന്നു, എക്സാമ്പിളാക്കി പറയാം, ലെവൽ സർഫസ് എന്ന് പറയുകയാണെങ്കിൽ അതിലുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ ലെവൽ ലൈന് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിന്.
ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ലെവൽ സർഫസ് ഉണ്ട് എന്നല്ലേ. ഓക്കെ, അപ്പോൾ ഈ ലെവൽ സർഫസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് അപ്പോൾ ഇവിടെ തൽക്കാലം ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിന് ഒരു ടാൻജൻഷ്യൽ വരക്കുകയാണെങ്കിൽ, ഒരു ടാൻജൻഷ്യൽ ചെരിഞ്ഞിട്ടുണ്ട്, ഒരു ടാൻജൻഷ്യൽ വരക്കുകയാണെങ്കിൽ ആ ഒരു ടാൻജൻഷ്യൽ പോകുന്ന പ്ലെയിനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിന് എന്ന് പറയുക. ആ പ്ലെയിനിലുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൊറിസോണ്ടൽ ലൈന് എന്ന് പറയാം. ഇതിൽ കറക്റ്റ് നോക്കിയാൽ മതി, ഈ ഒരു ലെവൽ സർഫസിലുള്ള ഒരു പോയിന്റ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടാൻജൻഷ്യൽ നമ്മൾ വരക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈന് എന്ന് പറയാം. അപ്പോൾ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു ലൈനാണ് ഹൊറിസോണ്ടൽ ലൈന്. ഓക്കെ, പിന്നെ വരുന്നതാണ് വെർട്ടിക്കൽ ലൈന്. വെർട്ടിക്കൽ ലൈന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ ലൈനിന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിനൊക്കെ നോർമലായിട്ട് വരുന്ന ലൈനാണ് വെർട്ടിക്കൽ ലൈന്. അതായത് പ്ലം ലൈന് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് വെർട്ടിക്കൽ ലൈനും ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ സെൻറ്റർ ടു ദ ഗ്രാവിറ്റിയിലേക്ക് കിടക്കുന്നുണ്ടാവും. ദെൻ ഡിഫറൻസ് ഇൻ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ലെവൽ ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻസ് ഇൻ ലൈന് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ഇൻ ലെവൽ എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഇത് ഓരോ ടേമിൻ്റെയും ഡെഫിനിഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ലെവൽ സർഫസ്. എ കർവ്ഡ് സർഫസ് വിച്ച് അറ്റ് ഈച്ച് പോയിന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് നമ്മൾ എർത്ത് സർഫസ് ഇങ്ങനെയാണ് പോകുന്നത്, എന്താ എർത്തിനായിട്ട് ഗ്രാവിറ്റിയിലേക്കുള്ള ലൈനുകൾ ഇങ്ങനെ ആവുമല്ലേ പോകുന്നുണ്ടാവും. ഇവിടെ ഗ്രാവിറ്റി നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാവും ലൈനുകൾ പോകുന്നുണ്ടാവും ഗ്രാവിറ്റിയിലേക്ക്. ഇത് എർത്ത് സർഫസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് പാരലായിട്ട് വരക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ലൈനുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സർഫസ് ആണ് ലെവൽ സർഫസ്. എ സർഫസ് പാരലൽ ടു ദ മീൻ സ്ഫെറോയിഡൽ സർഫസ് ഓഫ് ദി എർത്ത് ഈസ് എ ലെവൽ സർഫസ്. എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സർഫസ് ഓഫ് എ സ്റ്റിൽ വാട്ടർ. അതായത് നമ്മളെ പോണ്ടിലും റിവറിലൊക്കെ വാട്ടർ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് എങ്ങനെയാണോ അതാണ് നമ്മുടെ ലെവൽ സർഫസിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ലെവൽ ലൈന്. എ ലൈൻ ലൈയിങ് ഇൻ എ ലെവൽ സർഫസ്. ലെവൽ സർഫസിൽ കിടക്കുന്ന ഒരു ലൈനിനെയാണ് ലെവൽ ലൈന് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോർമൽ ടു ദ പ്ലം ലൈൻ അറ്റ് ഓൾ ദി പോയിന്റ്സ്. അതായത് എല്ലാ പോയിന്റിലുള്ള പ്ലം ലൈൻ എങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക, ഇത് സർഫസ് ആണെങ്കിൽ ഇങ്ങനെയാണല്ലേ പ്ലം ലൈന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്ലം ലൈനിൽ നോർമലായിട്ടാണ് എന്തുണ്ടാവുക, നമ്മുടെ ലെവൽ ലൈൻ ഉണ്ടാവുക. ഇത് ലെവൽ ലൈൻ ആണെങ്കിൽ ലെവൽ സർഫസിലുള്ള ഒരു ലൈനാണ് ലെവൽ ലൈന്. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് ഇവിടെ പ്ലം ലൈനിൽ നോർമലായിട്ടാവും കിടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ത്രൂ എ പോയിന്റ് ഈസ് എ പ്ലെയിൻ ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻഷ്യൽ പാസ് ചെയ്യുന്ന പ്ലെയിനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലം ലൈൻ ത്രൂ ദ പോയിന്റ് അല്ലേ. അതായത് ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എന്താണ് പ്ലം ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ ലൈന്. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലെവൽ ലൈൻ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഉള്ള ടാൻജൻഷ്യലിൽ കിടക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രൈറ്റ് ലൈന് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ പ്ലം ലൈൻ. നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്, പെർപെൻഡിക്കുലർ ടു പ്ലം ലൈൻ ആണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും നമ്മുടെ പ്ലം ലൈനിൽ പെർപെൻഡിക്കുലർ ആണ്. ദെൻ വെർട്ടിക്കൽ ലൈൻ. ഇറ്റ് ഈസ് എ ലൈൻ നോർമൽ ടു ദ ലെവൽ ലൈൻ അറ്റ് എ പോയിന്റ്. നമ്മുടെ ലെവൽ ലൈനിന് നോർമലായിട്ട് കിടക്കുന്ന ലൈനിനെയാണ് വെർട്ടിക്കൽ ലൈന് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി കൺസിഡേർഡ് ടു ബി ദ ലൈൻ ഡിഫൈൻസ് ബൈ എ പ്ലം ലൈൻ. ആദ്യത്തെ ഫിഗറിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ആ പ്ലം ലൈൻ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ് വെർട്ടിക്കൽ ലൈനും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡാറ്റം. ഡാറ്റം ഈസ് എനി സർഫസ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫേർഡ്. നമ്മൾ എലിവേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ്, അതാണ് നമ്മൾ എലിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എലിവേഷന് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിന് റെഫറൻസ് ആയിട്ടാവും പറയുന്നുണ്ടാവുക. അപ്പോൾ എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ ഡാറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ
എന്തെങ്കിലും ഒരു ഹൈറ്റിൽ നിൽക്കുന്ന സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റം എന്ന് പറയുന്നത്. ദ മീൻ സീ ലെവൽ അഫോർഡ്സ് എ കൺവീനിയൻറ്റ് ഡാറ്റം വേൾഡ് ഓവർ. നമ്മൾ മൊത്തത്തിൽ മീൻ സീ ലെവൽ MSL എന്ന് ആദ്യം പറഞ്ഞു, മീൻ സീ ലെവലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത് മുംബൈ ഹൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് എലിവേഷൻ. ഈ എലിവേഷന് നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, അതാണ് റെഡ്യൂസ്ഡ് ലെവൽ. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് RL എന്ന് പറയും. ഈ RL എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്, RL ഓഫ് പോയിന്റ് A എന്നൊക്കെ പറഞ്ഞാൽ ആ പോയിന്റിന്റെ എലിവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എലിവേഷൻ ഓഫ് എ പോയിന്റ് ഈസ് ഇറ്റ്സ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബോവ് ഓർ ബിലോ ആൻഡ് ആർബിട്രറിലി അസ്യൂംഡ് ലെവൽ സർഫസ് ഓർ ഡാറ്റം. അതായത് നമ്മൾ അസ്യൂം ചെയ്ത ഡാറ്റത്തിൽ നിന്നും എത്ര താഴേക്കാണോ അല്ലെങ്കിൽ എത്ര മുകളിലേക്കാണോ എന്നുള്ളതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ഡാറ്റം ഇതാണ്. ഓക്കെ, ഈ ഡാറ്റത്തിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് A, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് B. എക്സാമ്പിളായിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് A കിടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ RL വരിക. ദെൻ ഈ ഡാറ്റത്തിൽ നിന്നും എത്ര താഴെയാണ് B കിടക്കുന്നത്, അതാണ് എന്ത് വരിക, ബിന്റെ RL വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then vertical angle, an angle between two intersecting lines in a vertical plane. വെർട്ടിക്കൽ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദീസ് ലൈൻസ് ഈസ് ഹൊറിസോണ്ടൽ. അതിലേതെങ്കിലും ഒരു ലൈന് ഹൊറിസോണ്ടൽ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് മീൻ സീ ലെവൽ. ഇറ്റ് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദി സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ദി ടൈഡ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു സീനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈ ടൈഡ്സ് ഉണ്ടാവാം, ലോ ടൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടൈഡ്സിനെയും ഒരു 19 വർഷത്തിനുള്ളിൽ അവരുടെ ഒരു അനാലിസിസ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് നമ്മൾ കണക്കാക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ MSLA എന്ന് പറയുന്നത്. അറ്റ് എനി പെർട്ടിക്കുലർ പ്ലേസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ആവറേജിങ് ദ ഹവേർലി ടൈഡ് ഹൈറ്റ്സ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് 19 years. ഈ 19 years ഓർത്ത് വെക്കുക. ചിലപ്പം ക്വസ്റ്റ്യൻ വരാം, നമ്മൾ മീൻ സീ ലെവൽ കണക്കാക്കുന്നത് എത്ര വർഷത്തിൽ പരിധിയിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 19 years. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നമ്മുടെ ഇന്ത്യയിൽ MSLA ഏതാണ്, മുംബൈ ഹൈ ആണ്. ഓക്കെ, ദെൻ ബെഞ്ച് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ BM എന്ന് ഷോർട്ടായിട്ട് പറയും. ബെഞ്ച് മാർക്ക് ഈസ് എ റിലേറ്റീവ്ലി permanent point of reference whose elevation with respect to some assumed datum is known. ഈ പോയിന്റ് ഓർത്തേക്ക, ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ പെർമനന്റ് പോയിന്റ് ഓഫ് റെഫറൻസ് ഹൂസ് എലിവേഷൻ ഈസ് നോൺ. അങ്ങനെ ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഫിക്സഡ് പോയിന്റ് ഓഫ് റെഫറൻസ് ഹൂസ് എലിവേഷൻ ഈസ് നോൺ. എന്നിട്ട് ഓപ്ഷനിൽ ബെഞ്ച് മാർക്ക് ഉണ്ടാവും, എലിവേഷൻ ഉണ്ടാവും, റെഡ്യൂസ്ഡ് ലെവൽ വരും, അങ്ങനെ എല്ലാം തന്നിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്, ബെഞ്ച് മാർക്കാണ്. അതായത് നമുക്ക് അറിയാവുന്ന ഇപ്പോൾ ഒരു ഡാറ്റം ഉണ്ട്, എന്ത് ചെയ്യാം, ആ ഡാറ്റത്തിൻ്റെ എലിവേഷൻ RL എത്രയാണെന്നുള്ളത് നമുക്കറിയാം. RL ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു 100 meter എടുക്കുകയാണെങ്കിൽ ആ 100 meter വെച്ചിട്ടാവും പിന്നെ, അതായത് ഇവിടെ ഈ ഒരു ഡാറ്റത്തിന് ഒരു 2 meter എബോ ഒരു A എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ RL ഓഫ് A എന്ന് പറയുന്നത് എത്രയാണ് വരിക, ഇവിടെയുള്ള ബെഞ്ച് മാർക്ക് പ്ലസ് നമ്മുടെ ഇവിടെ കിട്ടിയ ഹൈറ്റ് ആണ് വരിക. അപ്പോൾ എത്ര വരും, 102 meter ആണ് നമ്മുടെ RL ഓഫ് A എന്ന് വരുന്നത്. അതായത് നമ്മൾ കണക്കാക്കിയ ഡാറ്റത്തിൻ്റെ RL എത്രയാണോ അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പൊതുവേ നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഓരോ ലൊക്കാലിറ്റിയിൽ ഒരു സ്പെസിഫൈഡ് പോയിന്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന പോയിന്റ് ഇന്ന ഇതിൽ ഇത്രയാണ് എലിവേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലാണ് സർവേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാവും ബാക്കി വാല്യൂസ് എടുക്കുന്നുണ്ടാവാം. ഇറ്റ് ഈസ് യൂസ്ഡ് എയ്തർ ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ലെവലിംഗ്. ഒന്നെങ്കിൽ ഇത് നമ്മളൊരു സർവേ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കും, ഓർ ആസ് എ പോയിന്റ് എപ്പോൺ വിച്ച് ടു ക്ലോസ് ആസ് എ ചെക്ക്. അല്ലെങ്കിൽ നമ്മൾ സർവേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെക്കിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബെഞ്ച് മാർക്കിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്.
ദെൻ ഇവിടെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ മാറിപ്പോവാൻ നല്ല സാധ്യത ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ആക്സിസ് ഓഫ് ടെലസ്കോപ്പാണ് ഫസ്റ്റ് വൺ. ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ടു ദ സെൻറ്റർ ഓഫ് ദി ഐ പീസ്. അതായത് ഇപ്പോൾ നമ്മളൊരു ടെലിസ്കോപ്പ് വരക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡയഫ്രം ഉണ്ട്, ഇവിടെ ഐ പീസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഐ പീസ് ആണ്, ഇത് നമ്മുടെ ഡയഫ്രം ആണ്. ഇവിടെ എന്താ ഉണ്ടാവുക, നമ്മുടെ ക്രോസ് ഹെയർ ഉണ്ടാവുക ഡയഫ്രത്തിലാണ്. ദെൻ ഈ ഒരു നമ്മുടെ ഒബ്ജക്റ്റിനോട് നിൽക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഒബ്ജക്റ്റീവ് എന്നും പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടെലിസ്കോപ്പ് എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും ടു ദ സെൻറ്റർ ഓഫ് ദി ഐ പീസ്, നമ്മുടെ ഐ പീസിൻ്റെ സെൻറ്ററും തമ്മിലൊരു ലൈന് ജോയിൻ ചെയ്ത് വരച്ചാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് ഈ ഫിഗറും കൂടി വരച്ചേക്കുന്ന കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാവും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലൈൻ ഓഫ് കോളിമേഷൻ. നമ്മൾ ഷോർട്ടായിട്ട് LOC എന്ന് പറയും. ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി ക്രോസ് ഹെയർസ് ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ക്രോസ് ഹെയർ ഇവിടെയാണല്ലോ, ക്രോസ് ഹെയറിൻ്റെ സെൻറ്ററും അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തൊട്ടിട്ട് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ, അവിടെ നിൽക്കുന്നില്ല, എന്ത് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വരുന്ന ടേമാണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഓർ ബബിൾ ട്യൂബ്. നമ്മുടെ ലെവൽ ട്യൂബിൻ്റെ അല്ലെങ്കിൽ ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമാജിനറി ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ട്യൂബ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. അതായത് നമ്മളൊരു ടെലിസ്കോപ്പ് എടുക്കുമ്പോൾ എന്തുണ്ടാവും, ഇതിപ്പോൾ നമ്മുടെ ടെലിസ്കോപ്പ് ആണെങ്കിൽ അതിന് മുകളിൽ എന്തുണ്ടാവും, ഒരു ബബിൾ ട്യൂബ് ഉണ്ടാവും. അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഒക്കെ ഹൊറിസോണ്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഇവിടെ ഒരു ബബിൾ ട്യൂബ് ഉണ്ടാവും. ഓക്കെ, ദെൻ ആ ഒരു ബബിൾ ട്യൂബിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ്, അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് എന്ന് പറയും, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പാരലാക്സ്. ഇഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് ക്രോസ് ഹെയർസ്. നമ്മൾ ഒബ്ജക്റ്റീവിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് എന്തല്ല, നമ്മുടെ ക്രോസ് ഹെയർസ് ജോയിൻ ചെയ്യുന്ന പ്ലെയിനിലല്ല കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മളാണ് പാരലാക്സ് എന്ന് പറയുന്നത്. ഈ എറർ ഡ്യൂ ടു പാരലാക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലെവലിംഗ് എന്നുള്ള കേസിൽ. നമ്മൾ ഈ എറർ ഡ്യൂ ടു പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എറർ ഡ്യൂ ടു പാരലാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു കോമ്പൗണ്ട് ലെൻസ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ക്ലിയർ ആയില്ലേ? ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ബെഞ്ച് മാർക്ക് എന്താണെന്നുള്ളത്, പിന്നെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്, ലൈൻ ഓഫ് കോളിമേഷൻ, ലെവൽ സർഫസ്, അതിൻ്റെ എക്സാമ്പിൾ, അങ്ങനെയുള്ള എല്ലാതും മനസ്സിലാക്കി വെക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോക്കി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ്. 3 പ്രിൻസിപ്പൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ഡിഫറൻസ് ഇൻ എലിവേഷൻ. നമ്മൾ എന്തിനാണ് ലെവലിംഗ് ചെയ്യുന്നത്, എന്തിനാണ് എലിവേഷനിലുള്ള എലിവേഷൻസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ എലിവേഷൻസ് കാണാനാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാരോമെട്രിക് ലെവലിംഗ്, സെക്കൻഡ് വൺ ട്രിഗ്നോമെട്രിക് ലെവലിംഗ് ആൻഡ് തേർഡ് വൺ സ്പിരിറ്റ് ലെവലിംഗ് ആണ്. ഇതെന്താന്ന് 3ഉം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി ഉണ്ട്, ഹിപ്സോമെട്രിക് ലെവലിംഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാരോമെട്രിക് ലെവലിംഗ് എന്താണെന്ന് നോക്കാം.
ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫറിക് പ്രഷേഴ്സ് അറ്റ് ദീസ് പോയിന്റ്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബാരോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ പ്രഷറുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പോയിന്റിലുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള പ്രഷർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളൊരു എസംഷനിലാണ് നമ്മൾ ഈ ഒരു ബാരോമെട്രിക് ലെവലിംഗ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാരോമീറ്റർ ആണ്. ദെൻ ലിറ്റിൽ യൂസ്ഡ് ഇൻ സർവേയിങ് വർക്ക് എക്സെപ്റ്റ് ഓൺ റെക്കഗ്നൈസൻസ് ഓർ എക്സ്പ്ലോറേറ്ററി സർവേ. നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല, ചെറിയ ചെറിയ വർക്കുകൾക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ്? ഡിഫറൻസ് ഇൻ എലിവേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫറിക് പ്രഷേഴ്സ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അവിടുത്തെ ഡിഫറൻസ് ഇൻ എലിവേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ട്രിഗ്നോമെട്രിക് ലെവലിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലെവലിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേര്. ഇൻഡയറക്റ്റ് ലെവലിംഗ് ആണ് ട്രിഗ്നോമെട്രിക് ലെവലിംഗിൻ്റെ മറ്റൊരു പേര്. ദ എലിവേഷൻ ഓഫ് പോയിന്റ്സ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം ദ വേർട്ടിക്കൽ ആംഗിൾസ് ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ ഫീൽഡ്. അതായത് നമ്മൾ ഫീൽഡിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വേർട്ടിക്കൽ ആംഗിളും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ ആ പോയിന്റിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുന്ന അതായത് ആ ഒരു രണ്ട് കാര്യങ്ങളിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എലിവേഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡിഫൈഡ് ഫോം ഈസ് കോൾഡ് ആസ് സ്റ്റേഡിയ ലെവലിംഗ്. നമുക്ക് മോഡിഫൈ ഈ ഒരു ഇൻഡയറക്റ്റ് ലെവലിൻ്റെ മോഡിഫൈഡ് ഫോമിൽ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റേഡിയ ലെവലിംഗ് എന്ന് പറയാൻ പറ്റും. കോമൺലി യൂസ്ഡ് ഇൻ മാപ്പിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ പോയിന്റും. സ്റ്റേഡിയ ലെവലിംഗ് ആണ് മോഡിഫൈഡ് ഫോമിൻ്റെ അതിൽ പേര്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതിലാണ്? മാപ്പിങ്ങിലാണ്. മറ്റൊരു ട്രിഗണോമെട്രിക് ലെവലിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡയറക്റ്റ് ലെവലിംഗ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെറൈന് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ദെൻ ഇവിടെ ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ എയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ലൈനിൽ നിന്നും ഗ്രൗണ്ട് സർഫസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ബി എന്നുള്ള പോയിന്റ് എത്ര ഹൈറ്റിലാണ്? എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണണം? ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു, ഇതും നമുക്കറിയണം. ദെൻ ഇവിടെ വരുന്ന വേർട്ടിക്കൽ ആംഗിൾ, ഇവിടുന്ന് എത്രയാണ് ഈ ഒരു പോയിന്റിലേക്കുള്ള ആംഗിൾ എന്നുള്ളത് ദെൻ തീറ്റയാക്കി എടുക്കുകയാണെങ്കിൽ ഡിയും തീറ്റയും നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ലെവലിംഗ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? നമുക്ക് ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു എച്ച് ബൈ ഡി എന്ന് കിട്ടും. അതിന്ന് എച്ച് എന്താണ്? ഡി ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി എന്നുള്ള പോയിന്റ് എത്ര ഹൈറ്റിലാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്താണ് എന്നുള്ളത്? നെക്സ്റ്റ് വൺ ഏതായിരുന്നു? സ്പിരിറ്റ് ലെവലിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലെവലിംഗ്. അപ്പോൾ ട്രിഗണോമെട്രിക് ലെവലിങ്ങിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുക. സ്പിരിറ്റ് ലെവലിനെയാണ് ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുക. ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിൻ്റെ എലിവേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും, ലെവൽ ഉണ്ടാവും, ദെൻ ലെവലിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണേണ്ട പോയിന്റ് ബി, എ എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്, ബി പറഞ്ഞ പോയിന്റും ഉണ്ട്. എയിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തു, ബിയിൽ എന്ത് ചെയ്തു? നമ്മൾ ലെവൽ സ്റ്റാഫ് കൊണ്ടുപോയി വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റ് എത്ര ഹൈറ്റിലാണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, vertical distance with respect to a horizontal line perpendicular to the direction of gravity may be used to determine the relative difference in elevation between two adjacent points. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. Okay, then a spirit level and a sighting device are combined and vertical distances are measured by observing on graduated rods placed on the points. അതായത് സ്പിരിറ്റ് ലെവലും സൈറ്റിംഗ് ഡിവൈസ്, അതായത് ടെലസ്കോപ്പിൻ്റെ മുകളിലൊരു ബബിൾ ട്യൂബ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റം. പിന്നെ ആ വെർട്ടിക്കൽ റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവേറ്റഡ് റോഡും ഉണ്ടാവും. അതായത് നമ്മുടെ ലെവൽ സ്റ്റാഫ്. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, മോസ്റ്റ് പ്രിസൈസ് ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡ്.
ഈ പോയിന്റ് നോട്ട് വെക്കുക, കീവേഡാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ലെവലിങ്ങിൻ്റെ മെത്തേഡിൽ മോസ്റ്റ് പ്രിസൈസ് അല്ലെങ്കിൽ മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പിരിറ്റ് ലെവലിങ് അല്ലെങ്കിൽ എന്തുണ്ടാവും? ഡയറക്റ്റ്. ചിലപ്പം നമ്മുടെ ഓപ്ഷനിൽ സ്പിരിറ്റ് ലെവലിങ് എന്ന് തരണം എന്നില്ല, ഡയറക്റ്റ് ലെവലിംഗ് എന്നാവും തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഒരു ഹിപ്സോമെട്രിക് ലെവലിംഗ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട്, അത് നമുക്ക് ലാസ്റ്റ് പോർഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ലെവലിംഗ്. നമ്മൾ ലെവലിങ്ങിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ നമ്മളെ കോളേജിൽ ചെയ്ത സമയത്ത് എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്? മെയിനായിട്ട് 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് എ ലെവൽ, രണ്ടാമത്തേത് എ ലെവലിംഗ് സ്റ്റാഫ്. അതായത് ഒരു ലെവലും ഒരു ലെവലിംഗ് സ്റ്റാഫുമാണ് മെയിനായിട്ട് ഈ ഒരു ലെവലിംഗ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെവൽ എന്താണെന്നുള്ളത് കാണാം. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിസ്കോപ്പ് ഇതാണ്, അതിന് മുകളിലുള്ള ബബിൾ ട്യൂബ് ഇതാണ്. ഇവിടെ ഈ ഒരു താഴെ ഭാഗത്താണ് നമ്മൾ ട്രിപ്പോഡ് കണക്ട് ചെയ്തിട്ട് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. പേർപ്പസ് ഓഫ് എ ലെവൽ ഈസ് ടു പ്രൊവൈഡ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. എന്താണ് പേർപ്പസ് ഓഫ് എ ലെവൽ? ഇതേപോലെ തന്നെ നമുക്ക് പേർപ്പസ് ഓഫ് എ ലെവൽ സ്റ്റാഫും പറയാണ്ട്. അപ്പോൾ ലെവലിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ടു പ്രൊവൈഡ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. ഫസ്റ്റ് വൺ ഈ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ലൈൻ ഓഫ് സൈറ്റ്. ദെൻ ലെവൽ ട്യൂബ് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. നമ്മൾ പറഞ്ഞു ടെലിസ്കോപ്പിൻ്റെ മേലൊരു ലെവൽ ട്യൂബ് ഉണ്ട്. നമ്മളെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ലെവൽ ട്യൂബിലുള്ള ബബിൾ എന്ത് ചെയ്യും? അതിൻ്റെ സെൻറ്ററിലായിട്ടാവും കിടക്കുന്നുണ്ടാവും. ഓക്കെ, തേർഡ് വൺ ലെവലിംഗ് ഹെഡ്, ട്രൈ ബാച്ച് ആൻഡ് ട്രിവേറ്റ് സ്റ്റേജ് ടു ബ്രിങ് ദ ബബിൾ ഇൻ ഇറ്റ് സെൻറ്റർ ഓഫ് റൺ. അതായത് നമ്മളിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സ്ഥലത്ത് നമ്മൾ പോയിന്റിൽ വെക്കും, ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ആ ഒരു ബബിൾ എന്തല്ല സെൻറ്ററിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവലിംഗ് ഹെഡ് യൂസ് ചെയ്തിട്ട്, അതായത് ട്രൈ ബ്രാച്ചിനും ട്രിവേറ്റ് സ്റ്റേജിലുള്ള സ്ക്രൂസൊക്കെ, ടാൻജൻ സ്ക്രൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ടേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലെവൽ ട്യൂബിലുള്ള ബബിൾ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ സെൻറ്ററിലായാൽ മാത്രമേ നമ്മളെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആവുള്ളൂ. ദെൻ എ ട്രിപ്പോഡ് ടു സപ്പോർട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ താഴെ എന്തുണ്ടാവും? ഒരു ട്രൈപോഡും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനാണ് നമ്മൾ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ടെലിസ്കോപ്പിൻ്റെ പേർപ്പസ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗമാണ് നമ്മുടെ ബബിൾ ട്യൂബ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ബബിൾ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലൂടെ ഇവിടെ കൂടെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ആ ഒരു ബബിളിനെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ബബിൾ സെൻറ്ററിൽ, ഈ ഒരു സെൻറ്ററിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആവുള്ളൂ. പിന്നെ വരുന്നതാണ് ലെവലിംഗ് ഹെഡ്. ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ട്രൈ ബ്രാച്ച്, ഫുഡ് സ്ക്രൂസ് ആൻഡ് ട്രിവറ്റ്. ഈ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബബിളിനെ സെൻറ്ററിലേക്ക് മാറ്റുന്നത്. ആൻഡ് ഈ ഏറ്റവും ബോട്ടത്തിലുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പോൺ സ്റ്റാൻഡാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ലെവൽ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ടൈപ്പ് ഓഫ് ലെവൽ ഉണ്ട്. മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ലെവലാണുള്ളത്. ഡംബി ലെവൽ, വൈ ഓർ വൈ, നമ്മൾ WYE എന്നും കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ Y എന്ന് മാത്രമായിട്ടും കാണാറുണ്ട്. ദെൻ റിവേഴ്സിബിൾ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ. ഇനി ഈ ഓരോ ലെവലുകളും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം, അവരുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് പറയുന്നതാണ് ഡംബി ലെവൽ. ഓക്കെ, ഡംബി ലെവലിനെ നമ്മൾ അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ലെവൽ എന്നും പറയാറുണ്ട്. ലെവൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ടെലിസ്കോപ്പും ബാക്കി അടിയിൽ വരുന്ന സപ്പോർട്ട്സ് ഒക്കെ നമ്മൾ ഒരു മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആണ്, ഒരുമിച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഡംബി ലെവലിൻ്റെ മെയിൻ പ്രത്യേകത വരുന്നത്. നമുക്ക് നോക്കാം. ഒറിജിനലി ഡിസൈൻഡ് ബൈ ഗ്രാവറ്റ്. ഈ ഒരു ഡംബി ലെവൽ ഇനീഷ്യേറ്റ് ചെയ്ത ആളുടെ പേരാണ് ഗ്രാവറ്റ്. ടെലിസ്കോപ്പ് ഈസ് ഫിക്സഡ് ടു ദ സ്പിൻഡിൽ. അതായത് ഞാൻ പറഞ്ഞു എന്താണ്, ഇതൊരു മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്സിൻ്റെ എണ്ണമൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ വൈ ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് നമ്മുടെ ടെലിസ്കോപ്പും സപ്പോർട്ടും സ്പിൻഡിൽ എന്ന് പറയുന്ന താഴത്തെ പോർഷനാണ്, അതും ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ,
അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെങ്ങനെയാണ് വരുന്നതെന്നാണ്. ഇൻ സം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് എ ക്ലാമ്പ് സ്ക്രൂ ഈസ് പ്രൊവൈഡഡ് ടു കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്പിൻഡിൽ അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. അതായത് ചില ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ ഈ ഒരു ഡംബി ലെവലിൽ നമ്മൾ ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറയും, ക്ലാമ്പ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ സ്പിൻഡിലിന് വെർട്ടിക്കൽ ആക്സിസിലുള്ള മൂവ്മെൻ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർ സ്മോൾ ഓർ പ്രിസൈസ് മൂവ്മെൻറ്റ് എ സ്ലോ മോഷൻ സ്ക്രൂ, അതായത് ടാൻജൻറ്റ് സ്ക്രൂ ഈസ് ഓൾസോ പ്രൊവൈഡഡ്. അപ്പോൾ ക്ലാമ്പ് സ്ക്രൂ ഉണ്ട്, ദെൻ ഒരു ടാൻജൻറ്റ് സ്ക്രൂ ഉണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാൻജൻറ്റ് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. Leveling head generally consists of 2 parallel plates with either 3 foot screws or 4 foot screws. നമ്മുടെ ലെവലിംഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഏതാ പോർഷൻ എന്ന് ഓർമ്മയില്ല, അതായത് നമ്മളെ ടെലിസ്കോപ്പിൻ്റെ ഈ ഒരു പോർഷനാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫുഡ് സ്ക്രൂസിൽ ഒന്നുകിൽ 3 ഫുഡ് സ്ക്രൂസ് ആവും ഉണ്ടാവുക, അതല്ലെങ്കിൽ എന്തുണ്ടാവും 4 ഫുഡ് സ്ക്രൂസ് ഉണ്ടാവും. ദെൻ ഈ മുകളിൽ കാണുന്ന അപ്പർ പ്ലേറ്റിനെ നമ്മൾ ട്രൈബ്രാച്ച് എന്ന് പറയും, ലോവർ പ്ലേറ്റിനെ എന്ത് പറയും, ട്രിവറ്റ് എന്നും പറയും. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പർ പ്ലേറ്റ് ഈസ് നോൺ ആസ് ട്രിബാച്ച് ആൻഡ് ദ ലോവർ പ്ലേറ്റ് ഈസ് നോൺ ആസ് ട്രിവറ്റ് വിച്ച് ക്യാൻ ബി സ്ക്രൂഡ് ഇൻ ടു എ ട്രിപ്പോഡ്. എന്ന ഈ ഒരു ലെവലിംഗ് ഹെഡ് എന്നുള്ള പോർഷനാണ് നെക്സ്റ്റ് ട്രിപ്പോഡിനായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വൈ ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡംബി ലെവലിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സിംപ്ലർ കൺസ്ട്രക്ഷൻ വിത്ത് ഫ്യൂവർ മൂവബിൾ പാർട്സ്. ഞാൻ പറഞ്ഞു എന്താ, മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്സുകളുടെ എണ്ണമൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്. ദെൻ ഫ്യൂവർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി മെയ്ഡ്, അതായത് നമുക്ക് ഈ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസും ലൈൻ ഓഫ് കോളിമേഷനും പെർപെൻഡിക്കുലർ ആവണം, അങ്ങനെ കുറേ ഒരു ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് സിമ്പിൾ ഒറ്റ കൺസ്ട്രക്ഷനാണ്, കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുത്താനില്ല. ദെൻ ലാസ്റ്റ് വൺ, ലോങ്ങർ ലൈഫ് ഓഫ് ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് ഈ മൂവബിൾ പാർട്സ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്താ, ടിയർ ആൻഡ് വിയർ ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വരുത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾക്കെല്ലാം എന്തുണ്ടാവും, ഒരു ലോങ്ങർ ലൈഫ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വൈ ലെവൽ. വൈ ലെവൽ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഒരു പ്രത്യേക ഒരു സപ്പോർട്ടാണ്, ഇങ്ങനെ ഒരു സപ്പോർട്ടിലാണ് ഈ ഒരു ടെലിസ്കോപ്പ് ഇരിക്കുന്നത്. മുന്നേ ഡംബി ലെവലിൽ എന്തായിരുന്നു, ടെലിസ്കോപ്പ് ഈ ഒരു സ്പിൻഡിൽ വരുന്ന ഭാഗം ഒരുമിച്ചായിരുന്നു നിന്നീന്. പക്ഷേ ഈ ഒരു വൈ ലെവലിൽ ഇവിടെ ഒരു സപ്പോർട്ട്, ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കിടക്കുന്നത്, ടെലിസ്കോപ്പ് കിടക്കുന്നത്. ദ ടെലിസ്കോപ്പ് ഈസ് ക്യാരീഡ് ഇൻ 2 വെർട്ടിക്കൽ വൈ സപ്പോർട്ട്സ്. കണ്ടല്ലോ, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടിൻ്റെ ഉള്ളിലാണ് എന്ത് കിടക്കുന്നത്, നമ്മളെ ടെലിസ്കോപ്പ് നിൽക്കുന്നത്. ദെൻ ദ വൈ സപ്പോർട്ട് കൺസിസ്റ്റ് ഓഫ് കേർവ്ഡ് ക്ലിപ്സ്. കേർവ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്സ് ആണ് ഈ വൈ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇഫ് ദ ക്ലിപ്സ് ആർ റൈസഡ് ദ ടെലിസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദ വൈസ് ഓർ റിമൂവഡ് ആൻഡ് ടേൺഡ് എൻഡ് ഫോർ എൻഡ്. അതായത് ഈ ക്ലിപ്സ് നമ്മൾ ഉയർത്തി, അതായത് ക്ലിപ്സ് റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെലിസ്കോപ്പിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റുന്നതാണ്. വെൻ ദ ക്ലിപ്സ് ആർ ഫാസ്റ്റൻഡ് ദ ടെലിസ്കോപ്പ് ഈസ് ഹെൽഡ് ഫ്രം ടേണിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് by leg on one of the clips. Okay, then the bubble tube may be attached either to the telescope or to the stage carrying device. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ ഡംബി ലെവലിൽ ടെലിസ്കോപ്പിൻ്റെ മുകളിലായിരുന്നു ബബിൾ ട്യൂബ് ഉണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ ഒന്നെങ്കിൽ എന്താ ഉണ്ടാവുക, ടെലിസ്കോപ്പിനോട് കൂടെ അല്ലെങ്കിൽ നമ്മുടെ വൈസിൻ്റെ കൂടെ ആവും എന്തുണ്ടാവുക, ബബിൾ ട്യൂബ് ഉണ്ടാവുക. ഇതാണ് ആ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ടെലിസ്കോപ്പ് വരുന്നത്. ഈ പോർഷനാണ് നമ്മുടെ സപ്പോർട്ട്. ആ സപ്പോർട്ടിൻ്റെ ഒരു കർവ്ഡ് വൈ സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ എന്നുള്ള പോയിന്റിനുള്ള സെക്ഷനാണ്, ഒരു കർവ്ഡ് സപ്പോർട്ടാണ്. അപ്പോൾ അത് നമ്മൾ ലോക്ക് ആക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കും. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതൊന്ന് ടെലിസ്കോപ്പ് ഊരിയിട്ട് റിമൂവ് ചെയ്യാനോ ടേൺ ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി ടെസ്റ്റഡ് വിത്ത് ഗ്രേറ്റർ റാപ്പിഡിറ്റി ആൻഡ് ഈസ്. നമുക്ക് ഇതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, റാപ്പിഡായിട്ട് ഈസി ആയിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡു നോട്ട് ഹാവ് ലോങ്ങർ ലൈഫ്. ഈ ഒരു വൈ സപ്പോർട്ടിൽ നിന്ന് എടുക്കുക വീണ്ടും വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആ ഒരു ലൈനുകൾ തമ്മിലുള്ള ഒരു ഇതിനൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഡിസ്റ്റർബ്ഡ് മോർ ഫ്രീക്വൻ്റ്ലി ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് മൂവബിൾ പാർട്സ്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് റിവേഴ്സിബിൾ ലെവൽ. റിവേഴ്സിബിൾ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ലെവലിൻ്റെയും ഡംബി ലെവലിൻ്റെയും അഡ്വാൻറ്റേജസ് ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുന്നത്. കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ഡംബി ലെവൽ ആൻഡ് ദ വൈ ലെവൽ. The telescope is supported by two rigid sockets into which the telescope can be introduced from either end and then fixed in position by a screw. അതായത് നമ്മുടെ ടെലിസ്കോപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് റിജിഡ് സോക്കറ്റ്സുകൾ തമ്മിലാണ്, അതിനുള്ളിലാണ് നമ്മൾ ടെലിസ്കോപ്പിനെ വെക്കുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ആ ഒരു ടെലിസ്കോപ്പിനെ അവിടെ ടൈറ്റ് ആക്കി ഇരുത്താൻ പറ്റും. ദെൻ ദ സോക്കറ്റ്സ് ആർ റിജിഡ്ലി കണക്റ്റഡ് ടു ദ സ്പിൻഡിൽ ത്രൂ എ സ്റ്റേജ്. വൺസ് ദ ടെലിസ്കോപ്പ് ഈസ് പുഷ്ഡ് ഇൻ ടു ദ സോക്കറ്റ്സ് ആൻഡ് ദ സ്ക്രൂ ഈസ് ടൈറ്റൻഡ്, ദ ലെവൽ ആക്ട് ആസ് എ ഡംബി ലെവൽ. അതായത് നമുക്ക് ടെലിസ്കോപ്പിനെ എടുത്ത് മാറ്റാൻ പറ്റും, പക്ഷെ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റൻ ചെയ്താൽ പിന്നെ ആ ഒരു ലെവല് എന്ന് പറയുന്ന ഒരു ഡംബി ലെവലായിട്ടാണ് വരുന്നത്. ഓക്കെ. For testing and making the adjustments, the screw is slackened and telescope can be taken out and reversed end for end. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്രൂ ടൈറ്റ് ആക്കിയാൽ എന്ത് ചെയ്ത് ഒരു ഡംബി ലെവലായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതല്ല ഇന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്രൂ സ്ലാക്കൻ ചെയ്തിട്ട് നമുക്ക് ആ ടെലിസ്കോപ്പിനെ റിമൂവ് ചെയ്യാനും ടേൺ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. ദ ടെലിസ്കോപ്പ് ക്യാൻ ഓൾസോ ബി ടേൺഡ് വിത്തിൻ ദ സോക്കറ്റ് അബൌട്ട് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ലാസ്റ്റ്, അതായത് ലെവലിലെ ലാസ്റ്റ് വൺ ആണ് ടിൽറ്റിംഗ് ലെവൽ. ഇൻ ദ കേസ് ഓഫ് ടിൽറ്റിംഗ് ലെവൽ, ദ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് നീഡ് നോട്ട് ബി എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ഈച്ച് അതർ. ഈ ഒരു ടിൽറ്റിംഗ് ലെവലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടാവും അല്ലേ, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടാവും. ഇതിലൂടെ എന്തുണ്ടാവും, നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷനും പോകുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്ത് വേണം, സാധാരണ ഡംബി ലെവൽ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്താണ്, ഈ ഒരു ലൈൻ ഓഫ് കോളിമേഷനും വെർട്ടിക്കൽ ആക്സിസും തമ്മിൽ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആവണം. ഓക്കെ. പക്ഷേ ഈ ഒരു ടിൽറ്റിംഗ് ലെവലിൻ്റെ കേസിൽ എന്തല്ല, നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷനും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആവണമെന്ന് നിർബന്ധമില്ല. ഹെൽപ്സ് ഇൻ ക്വിക്ക് ലെവലിംഗ്. നമ്മൾ ക്വിക്ക് ലെവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടിൽറ്റിംഗ് ലെവലാണ്. ആൻഡ് ഡിസൈൻഡ് ഫോർ പ്രിസൈസ് ലെവലിംഗ് വർക്ക്. പ്രിസൈസ് ലെവലിംഗ് വർക്കിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ടിൽറ്റിംഗ് ലെവലാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു 4 ലെവൽസ് പറഞ്ഞതിൽ നമ്മളുടെ വൈ ലെവൽ എന്താണ്, റിവേഴ്സിബിൾ ആണ്, ബാക്കിയുള്ളതൊന്നും റിവേഴ്സിബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് ടിൽറ്റിംഗ് ലെവലിൻ്റെ ഒരു ഫിഗർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ടെലിസ്കോപ്പ് ഉണ്ട്, ലെവലിംഗ് ഹെഡ് ഉണ്ട്, അതിന് താഴെ ഭാഗമാണ് നമ്മൾ ട്രിപ്രോഡിനോട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിൽ നിന്ന് മെയിനായിട്ട് ഭാഗങ്ങളായിട്ടൊന്നും ചോദിക്കില്ല, നമുക്ക് ആകെ അറിയാനുള്ള ഇത് മാത്രമാണ്. ടിൽറ്റിംഗ് ലെവൽ എങ്ങനെയാണ്, ക്വിക്ക് ലെവലിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിസൈസ് ലെവലിംഗ് വർക്കിനൊക്കെ ടിൽറ്റിംഗ് ലെവലാണ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആക്സിസും ലൈൻ ഓഫ് കോളിമേഷനും എന്താവണമെന്നില്ല, പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഡ്യൂ ടു ടിൽറ്റിംഗ് സ്ക്രൂ ഉള്ളത് കൊണ്ട് തന്നെ ലെവലിംഗ് ക്യാൻ ബി ഡൺ മച്ച് ക്വിക്കർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെവലിംഗ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ദിസ് അഡ്വാൻറ്റേജ് ഈസ് നോട്ട് അപ്പാരൻറ്റ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ടേക്ക് സോ മെനി റീഡിങ്സ് ഫ്രം വൺ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ്. അതായത് ഒരൊറ്റ സെറ്റിംഗിൽ നിന്ന് നമുക്ക് ഒരുപാട് റീഡിങ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അത്ര എഫക്റ്റീവായിട്ട് വരണമെന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് 2 എണ്ണമാണ് മെയിനായിട്ട്, ലെവലും ഒരു ലെവലിംഗ് സ്റ്റാഫും. അതിൽ ലെവൽ എന്താണ്, അതിൻ്റെ ടൈപ്പ് ഓഫ് ലെവൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി നോക്കാനുള്ള ഏതാണ്, ലെവലിംഗ് സ്റ്റാഫാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ലെവലിംഗ് സ്റ്റാഫ്, അതിൻ്റെ ടൈപ്പ് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ഗ്രാജുവേറ്റഡ് വെർട്ടിക്കലായിട്ട് പോകുന്ന ഒരു ഗ്രാജുവേറ്റഡ് റോഡിനെയാണ് നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് റെക്ടാങ്കുലർ റോഡ് ഹാവിങ് ഗ്രാജുവേഷൻസ്. ഫുട്ട് ഓഫ് ദ സ്റ്റാഫ് റിപ്രസെൻറ്റിങ് 0 റീഡിങ്. അതായത് സ്റ്റാഫിൻ്റെ ബോട്ടം പോർഷനാണ് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
Purpose of a leveling staff is to determine the amount by which the station is above or below the line of sight. അപ്പോൾ നമ്മൾ ലെവലിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞിരുന്നു, എന്തായിരുന്നു? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽ യൂസ് ചെയ്തതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെവൽ സ്റ്റാഫ് യൂസ് ചെയ്യുന്നത് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ബൈ വിച്ച് ദ സ്റ്റേഷൻ ഈസ് എബോ ഓർ ബിലോ ദ ലൈൻ ഓഫ് സൈറ്റ്. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും എത്ര താഴെയാണ് അല്ലെങ്കിൽ എത്ര മുകളിലാണ് നമ്മുടെ പോയിന്റ് സ്റ്റേഷൻ കിടക്കുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് എത്ര ടൈപ്പ് സ്റ്റാഫാണുള്ളത്? 2 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ സെൽഫ് റീഡിങ് സ്റ്റാഫ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടാർജറ്റ് സ്റ്റാഫ്. ഈ സെൽഫ് റീഡിങ് സ്റ്റാഫ് ടാർജറ്റ് സ്റ്റാഫും തമ്മിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, സെൽഫ് റീഡിങ് സ്റ്റാഫിൽ എന്താവും, നമ്മുടെ ടെലിസ്കോപ്പ് നിൽക്കുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടുത്ത് ഒരാളുണ്ടാവും അല്ലേ, അയാളെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് മാൻ എന്ന് പറയും. ഓക്കെ, കുറച്ച് മാറി നമ്മൾ എടുക്കേണ്ട പോയിന്റിലാവും നമ്മൾ ഈ സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹെൽഡ് ചെയ്യുന്നിട്ടുണ്ടാവുക. ഓക്കെ, അവിടെ നിൽക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാഫ് മാൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ, സെൽഫ് റീഡിങ് സ്റ്റാഫിൻ്റെ കേസിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാൻ ആണ് നമ്മുടെ റീഡിങ്സ് എടുക്കുന്നത്. അതായത് സ്റ്റാഫ് മാൻ അവിടെ റീഡിങ്സ് എടുക്കാൻ അറിയണ ആളാവണം എന്നൊന്നുമില്ല, ആ ഒരു സ്റ്റാഫ് വേർട്ടിക്കലായിട്ട് പ്രോപ്പറായിട്ട് പിടിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ടാർജറ്റ് സ്റ്റാഫിൽ ആരാണ് റീഡിങ് എടുക്കുന്നത്? സ്റ്റാഫ് മാൻ ആണ്. ഈ ടാർജറ്റ് സ്റ്റാഫിൽ നമ്മളൊരു വെർണിയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്താണ്? സെൽഫ് റീഡിങ് സ്റ്റാഫിൽ ഇൻസ്ട്രുമെൻറ്റ് മാൻ ആണ് റീഡിങ് എടുക്കുന്നത്, ടാർജറ്റ് സ്റ്റാഫിൽ സ്റ്റാഫ് മാൻ ആണ് റീഡിങ് എടുക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ് സെൽഫ് റീഡിങ് സ്റ്റാഫ് ക്യാൻ ബി റീഡ് ഡയറക്ട്ലി ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് മാൻ ത്രൂ ദ ടെലിസ്കോപ്പ്. ആ ഇൻസ്ട്രുമെൻറ്റ് മാനിന് ടെലിസ്കോപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും. ടാർജറ്റ് സ്റ്റാഫിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ മൂവിങ് ടാർജറ്റ് എഗൈൻസ്റ്റ് വിച്ച് ദ റീഡിങ് ഈസ് ടേക്കൺ ബൈ സ്റ്റാഫ് മാൻ. അതായത് നമ്മൾ ഒരു ടാർജറ്റ് സ്റ്റാഫ് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, അതിൻ്റെ പുറത്ത് ഇങ്ങനെ വേർട്ടിക്കലായിട്ടൊരു വേർണിയർ പോലെ ഉണ്ടാവും. ഇതിലും എന്തുണ്ടാവും? എക്സ്ട്രാ ഒരു ഗ്രാജുവേഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടാർജറ്റ് നമ്മളെ ലൈൻ ഓഫ് സൈറ്റ് ഇവിടുന്ന് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് മാൻ പറഞ്ഞു കൊടുക്കും ലൈൻ ഓഫ് സൈറ്റിനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ടാർജറ്റിനെ കൊണ്ടുവന്നിട്ട് സ്റ്റാഫ് മാൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? റീഡിങ് എടുക്കുന്നത്. ഇവിടെ ആരാണ് റീഡിങ് എടുക്കുന്നത്? ഇൻസ്ട്രുമെൻറ്റ് മാൻ ആണ്. ഓക്കെ, സെൽഫ് റീഡിങ് സ്റ്റാഫിൻ്റെ ഇനി 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് സ്റ്റാഫ്, ഫോൾഡിങ് സ്റ്റാഫ്, ടെലിസ്കോപ്പിക് സ്റ്റാഫ്. അത് ഈ ടെലിസ്കോപ്പിക് സ്റ്റാഫിൻ്റെ മറ്റൊരു പേരാണ് സോപ്പ് വിത്ത് പാറ്റേൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി സോളിഡ് സ്റ്റാഫ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു സോളിഡ് സ്റ്റാഫിൻ്റെ ഫിഗറാണ്. ഇത് ഇംഗ്ലീഷ് യൂണിറ്റിൽ ഗ്രാജുവേഷൻസ് ഇംഗ്ലീഷ് യൂണിറ്റിലാണ്, ഇവിടെ മെട്രിക്കിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സോളിഡ് സ്റ്റാഫിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കാം. സോളിഡ് സ്റ്റാഫിന് എത്രയാണ്, ഫോൾഡിങ്ങിന് എത്രയാണ് എന്നൊക്കെ ഉള്ളത്. ലീസ്റ്റ് കൗണ്ട് ഈസ് 5 mm ഓർ 0.01 feet. അപ്പോൾ സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 mm ആണ്. ഓക്കെ, ഇത് യൂണിറ്റ് മാറ്റിയിട്ട് മീറ്ററിലൊക്കെ ആക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 mm ആണ് യൂണിറ്റ് വരുന്നത്. സം സ്റ്റാഫ്സ് ഹാവ് ഫൈൻ ഗ്രാജുവേഷൻസ് അപ് ടു 2 mm. ആ ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞതാണ്. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു 5 mm എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാഫ് ഈസ് ജനറലി മെയ്ഡ് ഓഫ് വെൽ സീസൺഡ് വുഡ് ഹാവിങ് എ ലെങ്ത് ഓഫ് 10 feet or 3 meter. നമ്മൾ മീറ്ററിലുള്ള യൂണിറ്റ് പഠിച്ചു വെക്കാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് മീറ്ററിൽ, അതായത് നമ്മൾ SI യൂണിറ്റ് അതാണല്ലോ, അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. എങ്കിലും ഈ 10 feet എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് തരുന്നത് ഫീറ്റിലാണ് എന്നുണ്ടെങ്കിൽ അറിയണം. ഓക്കെ, പിന്നെ നമ്മൾ വെൽ സീസൺഡ് വുഡിൽ നിന്നാണ് ഈ ഒരു സ്റ്റാഫ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അതിൽ സെക്കൻഡ് വൺ ആണ് ടെലിസ്കോപ്പിക് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഈ ടെലിസ്കോപ്പിക് സ്റ്റാഫിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ 3 സെക്ഷൻ ആണെങ്കിൽ ഏറ്റവും ടോപ്പത്തേന് നമുക്ക് സെക്കൻഡിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിന് 2നെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫസ്റ്റത്തിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ക്യാരി ചെയ്യാനൊക്കെ എന്താണ് എളുപ്പമാണ്. ഓക്കെ, സോപ്പ് വിത്ത് പാറ്റേൺ എന്നും എന്ത് പറയാറുണ്ട്? നമ്മൾ ടെലിസ്കോപ്പിക് സ്റ്റാഫിനെ പറയാറുണ്ട്. ടോട്ടൽ ലെങ്ത് ഈസ് 5 meter.
അപ്പോൾ ടെലിസ്കോപ്പിക് സ്റ്റാഫിൻ്റെ ലെങ്ത് എത്രയാണ്? 5 മീറ്റർ ആണ്. സോളിഡ് സ്റ്റാഫിൻ്റെത് 3 മീറ്റർ ആണ്. The 5 meter staff has solid top length of 1.5 meter sliding into the central box of 1.5 meter length. അതായത് ടോട്ടൽ 5 മീറ്റർ ഉള്ളിൽ ടോപ്പ് വരുന്നത് 1.5 മീറ്റർ ആണ്. പിന്നെ ആ ഒരു ടോപ്പ് പോർഷൻ എന്ത് ചെയ്യും? സെൻട്രലിലുള്ള ഒരു 1.5 മീറ്ററിലേക്ക് സ്ലൈഡ് ചെയ്യും. ദ സെൻട്രൽ ബോക്സ് ഇൻ ടേൺ സ്ലൈഡ്സ് ഇൻ ടു ദ ലോവർ ബോക്സ് ഓഫ് 2 മീറ്റർ ലെങ്ത്. അപ്പോൾ അതായത് നമ്മൾ ടോട്ടൽ 5 മീറ്റർ ആണെങ്കിലും എന്ത് ചെയ്യും? ഈ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷൻ എത്ര വരുന്നത്? 1.5 മീറ്റർ വരും. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ മിഡിൽ സെൻട്രൽ പോർഷൻ എത്ര വരും? വീണ്ടും ഒരു 1.5 മീറ്റർ വരും. ലോവസ്റ്റ് ബോക്സ് എത്ര വരും? 2 മീറ്ററും വരും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് 5 മീറ്റേഴ്സ് ടോട്ടൽ ലെങ്ത് കിട്ടും. പക്ഷെ ഇത് നമ്മളിതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ച് ലാസ്റ്റ് നമുക്ക് ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ സർവേ റൂമിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു 2 മീറ്ററിൻ്റെ ലെങ്ത്തേ ഇത് കാണുള്ളൂ. ബാക്കി 3 മീറ്റർ ഇതിൻ്റെ ഉള്ളിലായിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫോൾഡിങ് സ്റ്റാഫ്. ഫോൾഡിങ് സ്റ്റാഫ് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സിഗ്സാഗ് രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്റ്റാഫാണ്. ഈ ഒരു പോയിന്റ്സിലൊക്കെ നമ്മൾ ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വേർട്ടിക്കലാക്കി നിർത്തുന്നതും ഫോൾഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെങ്ത് 4 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റാഫിൻ്റെത് 3 മീറ്റർ ആയിരുന്നു. ടെലസ്കോപ്പിക് സ്റ്റാഫിൻ്റെത് 5 ആണ്. ഫോൾഡിംഗ് സ്റ്റാഫിൻ്റെത് 4 മീറ്റർ ആണ്. ദ സ്റ്റാഫ് കോംപ്രൈസസ് 2 meter thoroughly seasoned wooden pieces with the joint assembly. Each piece is a longitudinal strip without any joint. ഓരോ സ്ട്രിപ്പിലും പ്രത്യേകിച്ച് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രിപ്സ് ആണ്. ദ വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് സ്റ്റാഫ് ഈസ് കെപ്റ്റ് 75 mm ആൻഡ് 18 mm റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു ഓരോ സ്ട്രിപ്പിൻ്റെ വരുന്നത് വിഡ്ത്തും തിക്നെസ്സും വരുന്നത് വിഡ്ത്ത് 75 mm തിക്നെസ് 18 mm ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോളിഡ് സ്റ്റാഫ് ആണെങ്കിൽ എത്രയാണ്? 3 മീറ്റർ. ഫോൾഡിങ് ആണെങ്കിൽ 4 മീറ്റർ. ടെലിസ്കോപ്പിക് ആണെങ്കിൽ 5 മീറ്റർ. ഈ ടെലിസ്കോപ്പിക് സ്റ്റാഫിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സോപ്പ് വിത്ത് പാറ്റേൺ എന്നുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 mm ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതായത് ലെവലിംഗ് സ്റ്റാഫ് 2 ടൈപ്പായിരുന്നു. സെൽഫ് റീഡിങ്ങും ടാർജറ്റ് സ്റ്റാഫും. അപ്പോൾ ടാർജറ്റ് സ്റ്റാഫിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എന്താണ്, ഈ ഒരു സ്റ്റാഫിനോട് കൂടെ ഇവിടെ ആയിട്ട് എന്തൊരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റും കൂടി ഉണ്ട്. ഈ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ കുഞ്ഞു അതായത് കുറച്ച് ചെറിയ ഗ്രാജുവേഷൻ ഒരു വെർണിയറും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ റോഡ് കൺസിസ്റ്റ് ഓഫ് 2 സ്ലൈഡിംഗ് ലെങ്ത്. ലോവർ വൺ ഈസ് 7 feet ആൻഡ് അപ്പർ വൺ ഈസ് 6 feet. 2 ലെങ്ത് ആയിട്ട് ഉണ്ടാവുക. അപ്പർ വണ്ണ് 6 feet ലോവർ വണ്ണ് 7 feet. ടാർജറ്റ് സ്റ്റാഫ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ടാൻജൻഷ്യൽ മെത്തേഡ് ഓഫ് ടാക്യോമെട്രി. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടാർജറ്റ് സ്റ്റാഫ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടാൻജൻഷ്യൽ മെത്തേഡ് ഓഫ് ടാക്യോമെട്രി ചെയ്യുമ്പോഴാണ്. മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് സെൽഫ് റീഡിംഗ് ആൻഡ് ടാർജറ്റ് സ്റ്റാഫ്. ഈ 2 സ്റ്റാഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വിത്ത് ദ സെൽഫ് റീഡിംഗ് സ്റ്റാഫ് ദ റീഡിങ്സ് ക്യാൻ ബി ടേക്കൺ ക്വിക്കർ ദാൻ വിത്ത് ദ ടാർജറ്റ് സ്റ്റാഫ്. അതായത് എന്താണ്, സെൽഫ് റീഡിംഗ് സ്റ്റാഫിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻസ്ട്രുമെൻറ്റ് മാൻ ഉണ്ട്, ദെൻ സ്റ്റാഫ് മാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? നമ്മുടെ വാല്യൂ എത്രയെന്നുള്ളത് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ദെൻ നമ്മുടെ ടാർജറ്റ് സ്റ്റാഫിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് അത് വാല്യൂസ് എടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടി വെർണിയറൊക്കെ വെച്ചിട്ട് അക്യുറേറ്റ് പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്ര ക്വിക്കറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ ദ കേസ് ഓഫ് ടാർജറ്റ് സ്റ്റാഫ് the duties of a target staff man are as important as that of the leveler and demand the services of a trained man. ഇവിടെ ലെവലർ എന്ന് ഉദ്ദേശിച്ചത് ഇൻസ്ട്രുമെൻറ്റ് മാൻ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ മതി? സെൽഫ് റീഡിംഗ് സ്റ്റാഫിൻ്റെ കേസിൽ ഇൻസ്ട്രുമെൻറ്റ് മാനിന് ആ ഒരു റീഡിങ് വായിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായാൽ മതി. സ്റ്റാഫ് മാനിന് അത് അറിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ടാർജറ്റ് സ്റ്റാഫിൻ്റെ കേസിൽ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് മാൻ പോലെ തന്നെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാൻ പോലെ തന്നെ ആ സ്റ്റാഫ് മാനും എന്തുണ്ടാവണം?
പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയ ആൾ, ആ റീഡിങ് പ്രോപ്പറായിട്ട് എടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം. അതാണ് പറയുന്നത്. ദ റീഡിങ് വിത്ത് ടാർഗറ്റ് സ്റ്റാഫ് ക്യാൻ ബി ടേക്കൺ വിത്ത് ഗ്രേറ്റർ ഫൈൻനെസ്. നമുക്ക് ടാർഗറ്റ് സ്റ്റാഫ് വെച്ച് ചെയ്യുന്ന റീഡിംഗ് ആണ് കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള, അക്യൂറേറ്റ് ആയി നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സർവേയിങ് ടെലിസ്കോപ്പിനെ പറ്റിയാണ്. അതായത് ഇപ്പോൾ ഇത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി ആ ഒരു ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞല്ലോ, ആ ടോപ്പിൽ നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ട്, ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്, റൈഫർ ഉണ്ട്, ക്രോസെയേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ടെലിസ്കോപ്പ് വരുന്നത്, ആ ഒരു ടെലിസ്കോപ്പിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ആൻ അഡാപ്ഷൻ ഓഫ് കെപ്ലേസ് ടെലിസ്കോപ്പ് വിച്ച് എംപ്ലോയ്സ് 2 കോൺവെക്സ് ലെൻസസ്. നമ്മളെ കെപ്ലേസ് ടെലിസ്കോപ്പാണ് നമ്മൾ ഡെംബി ലെവലിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡെംബി ലെവലിൽ ഓക്കെ, അതിൻ്റെ ഒരു അഡാപ്ഷനാണ് നമ്മളുടെ സർവേയിങ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ 2 കോൺവെക്സ് ലെൻസാണ് ഈ ഒരു ടെലിസ്കോപ്പിലുള്ളത്. ദ വൺ നിയറസ്റ്റ് ടു ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ദ അതർ നിയറർ ദ ഐ ഈസ് കോൾഡ് ദ ഐ പീസ്. ഓക്കെ, അതായത് ഇപ്പം എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ നമ്മുടെ ഡയഫ്രം വരുന്നു, ഇവിടെ ഐ പീസ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഒരു ഐനോട് നിയർ ആയിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ഐ പീസ് എന്ന് പറയും. ദെൻ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാവുക, നമുക്ക് കാണുന്നത് ഇവിടെയാണ്. ഈ ഒരു പോർഷന് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഈ ഒരു പോർഷനാണ് എന്ത്? ഡയഫ്രം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഐ പീസ്. ഇനി ഈ ഒരു ടെലിസ്കോപ്പിലെ പാർട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്, ഐ പീസ്, ഡയഫ്രം ആൻഡ് ബോഡി ആൻഡ് ഫോക്കസിങ് ഡിവൈസ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ഈസ് ആൻ കോമ്പൗണ്ട് ലെൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫ്രണ്ട് ഡബിൾ കോൺവെക്സ് ലെൻസ് മെയ്ഡ് ഓഫ് ക്രൗൺ ഗ്ലാസ് ആൻഡ് ദ ബാക്ക് കോൺകേവോ കോൺവെക്സ് ലെൻസ് മെയ്ഡ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മെയ്ഡ് ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ്? ക്രൗൺ ഗ്ലാസ് കൊണ്ടാണ്. ദെൻ ഈ ബാക്ക് ഭാഗം ചെയ്തിട്ടുള്ളത് ഫ്ലിൻറ്റ് ഗ്ലാസ് കൊണ്ടുമാണ്. ദ 2 ബീയിങ് സിമെൻറ്റഡ് ടുഗദർ വിത്ത് ബാൽസം അറ്റ് ദെയർ കോമൺ സർഫസ്. ഇവരുടെ ഈ ഒരു 2 ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ, അതായത് ക്രൗൺ ഗ്ലാസും ഫ്ലിൻറ്റ് ഗ്ലാസും കൂടിയും അവരുടെ സർഫസിൽ നമ്മൾ സിമെൻറ്റ് ചെയ്തിട്ടുള്ള ബാൽസം യൂസ് ചെയ്തിട്ടാണ്. സച്ച് കോമ്പൗണ്ട് ലെൻസ് ഈസ് നോൺ ആസ് അക്രോമാറ്റിക് ലെൻസ്. ഇങ്ങനെയുള്ള ഒരു ലെൻസിനെയാണ് നമ്മൾ പറയുന്നത് അക്രോമാറ്റിക് ലെൻസ് എന്ന്. ഇനി ഒരു അക്രോമാറ്റിസം അങ്ങനെയുള്ള കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് വരാനുണ്ട് ഈ ഒരു പോർഷനിൽ, ഒരു ലെൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്ത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഐ പീസ് ആയിരുന്നു. അതായത് നമ്മൾ കണ്ണിനോട് നിയർ ആയിട്ട് നിൽക്കുന്ന പോർഷൻ. ഇൻ സർവേയേഴ്സ് ടെലിസ്കോപ്പ് റാംസൺ ഐ പീസ് ഈസ് യൂസ്ഡ്. അപ്പോൾ വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഒരു ഐ പീസിൽ ഒരു ഐ പീസാണ് റാംസൺ ഐ പീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ സർവേയിങ് ടെലിസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് plano-convex lenses of equal focal length, the distance between them being 2/3 of the focal length of either. അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു കോൺവെക്സ് ലെൻസസ് എന്ന് പറയുന്നത് എന്താ? 2 പേർക്കും ഈക്വൽ ഫോക്കൽ ലെങ്ത് ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് വെച്ചാൽ 2/3 ഓഫ് ഫോക്കൽ ലെങ്ത്. അവർ ആരുടെങ്കിലും ഒരാളുടെ ഫോക്കൽ ലെങ്തിൻ്റെ 2/3 ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? വേറൊരു കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്റർ വെച്ചിട്ടോ ഒക്കെ മാർക്ക് ചെയ്തിക്കുക. അതായത് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ പോയിന്റ്സ് മാത്രം എടുത്ത്, ഫുള്ളായിട്ട് വായിക്കാതെ ആ പോയിന്റ്സ് മാത്രം എടുത്ത് കാണിക്കുക, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. ഓൾസോ നോൺ ആസ് പോസിറ്റീവ് ഓർ നോൺ ഇറക്റ്റിംഗ് ഐ പീസ്. നമ്മൾ ഈ ഒരു റാംസൺസ് ഐ പീസിന് പറയുന്ന മറ്റൊരു പേരാണ്
നോൺ ഇറക്റ്റിംഗ് ഐ പീസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഐ പീസ് യൂസ്ഡ് ഫോർ പ്രിസൈസ് വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവേയിങ് ടെലിസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് റാംസൺ സൈസ് ഐ പീസ് ആണ്. എന്താണ്, ഈക്വൽ 2 ലെൻസാണ് ഉണ്ടാവുക. അവർക്ക് 2 പേർക്കും ഈക്വൽ ഫോക്കൽ ലെങ്ത് ആണ്. ആ 2 ലെൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2/3 ഓഫ് ദയർ ഫോക്കൽ ലെങ്ത് ആണ്. പിന്നെ ഇതിൻ്റെ മറ്റ് പേരുകളാണ് പോസിറ്റീവ് ഐ പീസ് അല്ലെങ്കിൽ നോൺ ഇറക്റ്റിംഗ് ഐ പീസ്. നമ്മൾ പ്രിസൈസ് വർക്കിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഐ പീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഐ പീസ് ആണ് ഹൈഗൺസ് ഐ പീസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പൊതുവെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പ്ലാനോ കോൺവെക്സ് ലെൻസസ്. ഇവിടെയും നമുക്ക് എന്താണ്, 2 കോൺവെക്സ് ലെൻസസ് തന്നെയാണ് ഉള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബീയിങ് 2/3 ഓഫ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലാർജർ ആൻഡ് ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി സ്മോളർ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 2 കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഉള്ളത്, പക്ഷെ ഒരേ ഫോക്കൽ ലെങ്ത് അല്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 ഓഫ് ലാർജർ ഫോക്കൽ ലെങ്ത്. ഇതിൽ ഏത് ലെൻസിനാണോ ലാർജർ ഫോക്കൽ ലെങ്ത് ഉള്ളത് ആ ഫോക്കൽ ലെങ്തിൻ്റെ 2/3 ഡിസ്റ്റൻസിലാണ് ഇവരെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ദിസ് ഈസ് ഓൾസോ എ നോൺ ഇറക്റ്റിംഗ് ഐ പീസ്. അപ്പോൾ ഐ പീസിന് നമുക്ക് മെയിനായിട്ട് 2 ആക്കിയും കൂടിയും പറയാൻ പറ്റും, ഇറക്റ്റിംഗ് ആൻഡ് നോൺ ഇറക്റ്റിംഗ്. ഹൈഗൺസ് ഐ പീസും റാംസൺസ് ഐ പീസും എന്താണ്, നോൺ ഇറക്റ്റിംഗ് ഐ പീസസ് ആണ്. ഇനി വരുന്നത് ഒരു ഇറക്റ്റിംഗ് ഐ പീസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലെൻസസ്. അപ്പോൾ നോൺ ഇറക്റ്റിംഗ് ഐ പീസിൽ 2 ലെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ നമ്മുടെ ഇറക്റ്റിംഗ് ഐ പീസിൽ എത്ര ഉണ്ട്, 1, 2, 3 and 4, 4 ലെൻസസ് ആണുള്ളത്. ദ ഐ പീസ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് എക്സ്ട്രാ ലെൻസസ്. ദിസ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് ബ്രില്യൻസി ഓഫ് ദി ഇമേജ്. ഓക്കെ, ഈ ഒരു ഐ പീസിൽ എന്താണ്, എക്സ്ട്രാ ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ബ്രില്യൻസി ലോസ് ആവാൻ അത് കാരണമാവും. ലെങ്ത് ലാർജർ ദാൻ നോൺ ഇറക്റ്റിംഗ് ഐ പീസ്. നമ്മളിപ്പോൾ മുന്നേ നോൺ ഇറക്റ്റിംഗ് ഐ പീസ് പറഞ്ഞു. അപ്പോൾ ആ ഐ പീസിനേക്കാളും എന്താണ്, ലോങ്ങർ ആണ് എന്ത്, ഇറക്റ്റിംഗ് ഐ പീസ് ഫോർ എനി ഡിസൈഡ് മാഗ്നിഫൈയിങ് പവർ. അതായത് നമ്മൾ ഒരേ മാഗ്നിഫൈയിങ് പവറിലുള്ള ഒരു നോൺ ഇറക്റ്റിംഗ് ഐ പീസും ഒരു ഇറക്റ്റിംഗ് ഐ പീസും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടുതൽ ആർക്കാവും, ഇറക്റ്റിംഗ് ഐ പീസിനാവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇനി എന്താ പറയുന്നത്, ഡയഗണൽ ഐ പീസ് ആണ്. When the line of sight is very much inclined to the horizontal, it becomes inconvenient for the eye to view through ordinary eyepiece. In such a case, a diagonal eyepiece is used. അതായത് ഇപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും തമ്മിൽ ഭയങ്കര ഇൻക്ലിനേഷൻ ഒരുപാട് കൂടുതലാണെന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താ, നമ്മൾ ഹൊറിസോണ്ടലുമായിട്ടൊരു ലാർജ് ആംഗിളിലാവും ലൈൻ ഓഫ് സൈറ്റ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓർഡിനറി ഐ പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെലിസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയഗണൽ ഐ പീസ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഇതൊരു റാംസൺ ടൈപ്പ് ഓഫ് ഐ പീസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സർവേയിങ് ടെലിസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഐ പീസ് തന്നെയാണ്. പക്ഷെ ഇവരൊരു അഡീഷണൽ ആയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പ്രിസം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രിസം അല്ലെങ്കിൽ നമ്മുടെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പിനായിട്ട് 45 ഡിഗ്രിയിൽ വെച്ചിട്ടുള്ള ഒരു മിററോ ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇത് ജനറലി ഓഫ് റാംസൺ ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് 2 lenses and a reflecting prism or a mirror fitted to an angle of 45 degree with the axis of telescope. റാംസൺ ടൈപ്പ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണ്, എ റിഫ്ലക്റ്റിംഗ് പ്രിസം അല്ലെങ്കിൽ ഒരു മിറർ ഫിറ്റഡ് അറ്റ് 45 ഡിഗ്രി. ഓക്കെ, വെരി മച്ച് യൂസ്ഫുൾ ഇൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ്. ആ ഒരു ടൈമിലാണല്ലോ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റും, അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ് ഭയങ്കര ആംഗിളിലാണ് എന്നുണ്ടെങ്കിൽ എന്താവും, നമുക്ക് നോർമലി ഉള്ള ഐ പീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഡയഗണൽ ഐ പീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോസ് ഹെയേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. Cross hairs consist of a vertical and a horizontal hair held in a flat metal ring called reticule. അപ്പോൾ ക്രോസ് ഹെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു വെർട്ടിക്കലും ഉണ്ടാവും ഒരു ഹൊറിസോണ്ടൽ ഹെയറും ഉണ്ടാവും. അത് നിൽക്കുന്നത് ഒരു ഫ്ലാറ്റ് മെറ്റൽ റിങ്ങിലാണ്. ആ മെറ്റൽ റിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് റെട്ടിക്യൂൾ എന്ന്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഡയഫ്രാണ് ഈ ഒരു പോർഷൻ കാണിച്ചിട്ടുള്ളത്. ദെൻ ആ ഒരു ക്രോസ് ഹെയേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ആ പോർഷനാണ് എന്ത്, നമ്മളുടെ
റെട്ടിക്യൂള് എന്ന് പറയുന്നത്. ഈ ഒരു ഡാഷ്ഡ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു സർക്കിൾ പോലത്തെ റിങ് പോലത്തെ സാധനമാണ് റെട്ടിക്യൂള് എന്ന് പറയുന്നത്. ഇൻ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ദ റെട്ടിക്യൂൾ ഈസ് ആൻ ഇന്റർചേഞ്ചബിൾ ക്യാപ്സ്യൂൾ വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദി ഡയഫ്രം. നമ്മളെ ഡയഫ്രത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെട്ടിക്യൂൾസ് നമ്മളെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൽ അവൈലബിൾ ആണ്. എ ഫ്ലാഞ്ചഡ് മെറ്റൽ റിംഗ് ഹെൽഡ് ഇൻ ടെലിസ്കോപ്പ് ബാരൽ ബൈ 4 ക്യാപ്സ്റ്റാൻ ഹെഡഡ് സ്ക്രൂസ്. അതായത് ഈ ഒരു മെറ്റൽ റിങ് ഈ ഒരു ടെലസ്കോപ്പിക് ബാരലിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 4 ക്യാപ്സ്റ്റാൻ ഹെഡഡ് സ്ക്രൂസ് യൂസ് ചെയ്തിട്ടുള്ള. ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ചോദിക്കാവുന്നതാണ്. ഡയഫ്രത്തിൽ വരുന്ന ക്രോസ് ഹെയേഴ്സ് അല്ലെങ്കിൽ ഡയഫ്രം നമ്മുടെ ടെലിസ്കോപ്പ് ബാരലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏത് ടൈപ്പ് ഓഫ് സ്ക്രൂസ് വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ക്യാപ്സ്റ്റാൻ ഹെഡഡ് സ്ക്രൂസ് വെച്ചിട്ടാണ്. Okay, with the help of these screws, the position of the crosshairs inside of the tube can be adjusted slightly. അതായത് നമുക്ക് ഈ ഒരു സ്ക്രൂസ്, ക്യാപ്സ്റ്റാൻ ഹെഡഡ് സ്ക്രൂസ് ഉണ്ട് 4 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സ്ക്രൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ഹെയേഴ്സിൻ്റെ പൊസിഷൻ സ്ലൈറ്റ്ലി നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റുന്നതാണ്. കൂടാതെ റൊട്ടേഷനും നമുക്ക് പറ്റും. Then slightly both horizontally and vertically, and a slight rotational movement is also possible. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യാം, കൂടാതെ റൊട്ടേഷണലായിട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. The hairs are usually made of threads from cocoon of the brown spider. അപ്പം നമ്മൾ ഈ ക്രോസ് ഹെയേഴ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഏതാണ് ത്രെഡ്സ് ഫ്രം കൊക്കൂൺ ഓഫ് ദി ബ്രൗൺ സ്പൈഡർ, അല്ലെങ്കിൽ ഫൈൻ പ്ലാറ്റിനം വയർ ഓഫ് ഫിലമെൻറ്റ്സ്, വെരി ഫൈൻ പ്ലാറ്റിനം വയർ ഓഫ് ഫിലമെൻറ്റ്സ് ഓഫ് സിൽക്ക്. അപ്പോൾ ഈ 2 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് ഹെയേഴ്സ് മെയ്ഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പറഞ്ഞ പോലെ ആ കീവേഡ്സ്, ആ കൊക്കൂണ്, അതേപോലെ ഫൈൻ പ്ലാറ്റിനം വയർ എന്നൊക്കെ ഉള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് ഹെയേഴ്സിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓരോ ടൈപ്പ് ഓഫ് ടെലിസ്കോപ്പിലും ഓരോ ടൈപ്പിലാവും വരുന്നത്. ചിലതിൽ 2 ആവും, ചിലതിൽ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വരുന്നതുണ്ട്. നമ്മൾ സ്റ്റേഡിയ ഹെയേഴ്സ് എന്നൊക്കെ പറയും, നമ്മൾ സ്റ്റേഡിയ ടാക്യുമെട്രിയിൽ യൂസ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ടൈപ്പ് ഓഫ് സ്റ്റേഡിയ ഹെയേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഹെയർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫ് റീഡിങ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ സ്റ്റാഫ് ഇപ്പം എങ്ങനെയാവുമല്ലോ ഉണ്ടാവുക, അപ്പോൾ അതിലിങ്ങനെ ഗ്രാജുവേഷൻസ് ഉണ്ടാവും. ഈ ഒരു സ്റ്റാഫ് റീഡിങ്, സ്റ്റാഫിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം വിട്ടുപോയി. ഈ ഒരു സ്റ്റാഫിൽ ഗ്രാജുവേഷൻസിൽ മീറ്റേഴ്സൊക്കെ റെഡിലും ഡെസിമീറ്റേഴ്സൊക്കെ ബ്ലാക്കിലും ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവുക. ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പോർഷനാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ഹെയർ ഏതുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ വെർട്ടിക്കൽ സ്റ്റാഫ് റീഡ് ചെയ്യാനാണ്. ഈ ഒരു ഹൊറിസോണ്ടൽ എന്തിനാണെന്ന് ഈ വെർട്ടിക്കൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്തിനാണ്, നമ്മുടെ സ്റ്റാഫ് വെർട്ടിക്കലി ആണോ, പൊസിഷനിൽ എന്തെങ്കിലും ഇൻക്ലൈൻഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. ഹൊറിസോണ്ടൽ ഹെയർ ഈസ് യൂസ്ഡ് ടു റീഡ് ദി സ്റ്റാഫ്. 2 vertical hairs enable the surveyor to see if the staff is vertical laterally. Most telescopes are also equipped with 2 more horizontal hairs called stadia hairs. 2 കൂടുതൽ ഹെയേഴ്സും ഉണ്ട്, അവയാണ് നമ്മൾ സ്റ്റേഡിയ ഹെയേഴ്സ് എന്ന് പറയുന്നത്. One above and other on equal distance below the horizontal cross hair. എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മുടെ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഇവിടെ ഉണ്ടാവും, അതിന് ഒന്ന് മുകളിലുണ്ടാവും, ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ താഴേക്കും എന്തുണ്ടാവും, വേറൊരു ഹെയർ ഉണ്ട്. ഇങ്ങനെയാണ് സ്റ്റേഡിയ ഹെയേഴ്സ് ഉണ്ടാവുക. ദെൻ യൂസ്ഡ് ഫോർ ഡിസ്റ്റൻസ് കമ്പ്യൂട്ടിംഗ് ഇൻ സ്റ്റേഡിയ ടാക്യോമെട്രി. സ്റ്റേഡിയ ഹെയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേഡിയ ടാക്യോമെട്രിയിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇന്ന് നോക്കുന്നത് ബോഡി ആൻഡ് ഫോക്കസിങ് ഡിവൈസ് ആണ്. ഈ ഒരു ബോഡി ആൻഡ് ഫോക്കസിങ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മളെ ടെലിസ്കോപ്പ് എക്സ്റ്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പ് ആണോ അതോ ഇന്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പിന്റെ കാര്യമാണ്. ഇൻ ദ എക്സ്റ്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പ് ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് 2 ട്യൂബ്സ്, വൺ capable ഓഫ് സ്ലൈഡിങ് ആക്സിയലി വിത്തിൻ ദ അതർ. 2 ട്യൂബ്സ് ഉണ്ട്, എന്താണ്, അതിലൊന്ന് മറ്റൊന്നിൻ്റെ ഉള്ളിലേക്ക് ആക്സിയലി സ്ലൈഡ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളതാണ്. ബൈ മീൻസ് ഓഫ് റാക്ക് ഗിയറിംഗ് വിത്ത് എ പിനിയൻ അറ്റാച്ച്ഡ് ടു ദ മില്ലഡ് ഫോക്കസിംഗ് സ്ക്രൂ.
ഓക്കെ, ക്ലിയർ ആയില്ല? എത്രയേ ഉള്ളൂ എക്സ്റ്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പിന്റെ കേസിൽ. ഇനി ഇന്റേണൽ ഫോക്കസിങ് ടെലിസ്കോപ്പിന്റെ കേസിലാണെങ്കിൽ ഒബ്ജക്റ്റീവും ഐ പീസും എന്താവും? ഫിക്സഡ് ആയിട്ടാവും ഉണ്ടാവുന്നുണ്ടാവുക. ദെൻ ദ ഫോക്കസിങ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സപ്ലിമെൻ്ററി ഡബിൾ കോൺകേവ് ലെൻസ് മൗണ്ടഡ് ഇൻ എ ഷോർട്ട് ട്യൂബ്. നമ്മൾ ഫോക്കസിങ് ചെയ്യുന്നത് ഒരു സപ്ലിമെൻ്ററി ഡബിൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. വിച്ച് ക്യാൻ ബി മൂവ്ഡ് ടു ആൻഡ് ഫ്രോ ബിറ്റ്വീൻ ദ ഡയഫ്രം ആൻഡ് ദ ഒബ്ജക്റ്റീവ്. ആ ഒരു സപ്ലിമെൻ്ററി ഡബിൾ കോൺകേവ് ലെൻസിനെ നമുക്ക് ഡയഫ്രത്തിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് ഓഫ് എ സിംഗിൾ ലെൻസ്. ഈ ഒരു പോർഷനിൽ ഈ ഒരു അബ്രേഷനിൽ സ്പെറിക്കൽ അബ്രേഷനും ക്രൊമാറ്റിക് അബ്രേഷനും അതിൻ്റെ ആബ്സെൻസിൽ പറയുന്ന പേരൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 6 ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് ആണ് ഒരു ലെൻസിൽ വരുന്നത്. ഫസ്റ്റ് വൺ സ്പെറിക്കൽ അബ്രേഷൻ, സെക്കൻഡ് വണ് ക്രൊമാറ്റിക് അബ്രേഷൻ, തേർഡ് വൺ കോമ, അസ്റ്റിഗ്മേഷൻ, കർവേച്ചർ ഓഫ് ഫീൽഡ് ആൻഡ് ഡിസ്റ്റോഷൻ. ഇനി ഇതിലേത് ഫസ്റ്റ് അബ്രേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ദി റൈസ്, deviation of the rays of light when unequally refracted by a lens so that they do not converge and meet at a focus but separate, forming an indistinct image of the object or an indistinct image with prismatically colored images. അതായത് നമ്മുടെ ഒരു റേസ് ലൈറ്റ് പോകുന്നുണ്ട്, എങ്ങനെ ഇവിടെ ഒരു പ്രിസം ഉണ്ട്, ഇങ്ങനെ പ്രിസത്തിലൂടെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരെല്ലാം കൂടി കൺവേർജ് ചെയ്തിട്ട് എന്താവണം, നമുക്ക് നമ്മുടെ സെൻറ്റർ ഇതാണെങ്കിൽ എല്ലാ റേസും എന്താവണം, ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോം ചെയ്യുക, അതായത് ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഫോം ചെയ്യുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ അബറേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പെറിക്കൽ അബറേഷൻ. സ്പെറിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു എക്സസീവ് കർവേച്ചറിൻ്റെ എക്സസീവ്നെസ് കൊണ്ടാണ് സ്പെറിക്കൽ അബറേഷൻ ഉണ്ടാവുന്നത്. ദ റേസ് ഫ്രം എ ഗിവൺ പോയിന്റ് ആർ നോട്ട് ഓൾ കളക്റ്റഡ് എക്സാക്ട്ലി അറ്റ് വൺ പോയിന്റ്. അതായത് നമുക്ക് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ലെൻസ് ഇവിടെയാണ് ഉള്ളത്, ഇതിൽ നിന്ന് പോകുന്ന ഓരോ റേസും നമ്മുടെ ലെൻസിൽ വെച്ചിട്ട് റിഫ്രാക്ട് ചെയ്തിട്ട് ഒരൊറ്റ പോയിന്റിൽ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇമേജ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സ്പെറിക്കൽ അബ്രേഷൻ എന്താണ് സംഭവിക്കുന്നത്, ഓരോ റേസും എന്ത് ചെയ്യുന്നത്, പല ഭാഗത്താണ്, ചിലത് ഇവിടെ ആണ് നമ്മുടെ കൂട്ടിമുട്ടുന്നത്, ചിലത് ഇവിടെ, അങ്ങനെ ഈ ഒരു ലെൻസിൻ്റെ പല ഭാഗത്താണ് നമുക്ക് കൂട്ടിമുട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്കൻഡ് വൺ ക്രൊമാറ്റിക് അബറേഷൻ, ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ആണ്. അതായത് ഇവിടുന്ന് നമ്മുടെ ലെൻസിലേക്ക് പോകുന്നത് എന്താണ്, വൈറ്റ് ലൈറ്റ് ആണ്. ഓക്കെ, വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിബ്ജിയോർ ആണല്ലോ. അങ്ങനെ ആ ഒരു ലെൻസ് പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ കളറും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് വയലറ്റ് ആദ്യം മോർ റിഫ്രാക്റ്റീവ് വയലറ്റ് ആണ്, റെഡ് ആണ് ലെസ് റിഫ്രാക്റ്റീവ്. അത് നോട്ട് ചെയ്ത് വെക്കുക, വയലറ്റ് ആണ് മോർ റിഫ്രാക്റ്റീവ്, റെഡ് ആണ് ലെസ് റിഫ്രാക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, വൈറ്റ് ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സായി മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് എൻ സീരിയസ് ഡിഫക്റ്റ്. ഇൻ ഓർഡർ ടു റെക്ടിഫൈ ദിസ് പ്രോബ്ലം വി യൂസ് കോമ്പൗണ്ട് ലെൻസ്. ഓക്കെ, ഈ ഒരു ക്രൊമാറ്റിക് എബ്രേഷൻ എന്ന പ്രോസസ്സ്, ഒരു ക്രൊമാറ്റിക് എബ്രേഷൻ എന്നുള്ള ഈ ഒരു നമ്മുടെ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പൗണ്ട് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ലെൻസ് വേറെ ഒന്നിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു, എന്തിനാണ്, എറർ ഡ്യൂ ടു പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, ഇനി പിന്നെ പറഞ്ഞ് നമ്മൾ കോമ, അസ്റ്റിഗ്മേഷൻ, അങ്ങനെ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എങ്ങാ നമുക്ക് ഓപ്ഷൻസിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടെലിസ്കോപ്പ്. ഈ ഫസ്റ്റത്തെ രണ്ടെണ്ണമല്ല, മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പെറിക്കൽ അബറേഷൻ. സ്പെറിക്കൽ അബറേഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആബ്സെൻസിനെയാണ് നമ്മൾ അപ്ലനേഷൻ എന്ന് പറയുന്നത്. അക്രോമാറ്റിസം മീൻസ് ആബ്സെൻസ് ഓഫ് ക്രൊമാറ്റിക് അബറേഷൻ. കണക്ട് ചെയ്ത്
പഠിക്കാവുന്നേ ഉള്ളൂ. ക്രൊമാറ്റിക്, അക്രോമാറ്റിസം. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്പബിലിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് ഷാർപ്പ് ഇമേജ്. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഡെഫിനിഷൻ. ഇത് മൂന്നും ചോദിച്ചിട്ടുള്ളതാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പ് ഇമേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ക്യാപ്പബിലിറ്റിനെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇലുമിനേഷൻ ഓർ ബ്രൈറ്റ്നെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാഗ്നിഫയിങ് പവർ ആൻഡ് ദ നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ലെൻസസ്. ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് ഓരോ ലെൻസിൻ്റെയും മാഗ്നിഫയിങ് പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്തിനെ, നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ലെൻസസ്. അതായത് നമ്പർ ഓഫ് ലെൻസസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ബ്രൈറ്റ്നെസ്സും ചേഞ്ച് ചെയ്യും. ഇറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിഫിക്കേഷൻ ആൻഡ് നമ്പർ ഓഫ് ലെൻസസ്. അതായത് ലെൻസസ് കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്, ബ്രൈറ്റ്നെസ് കുറയാണ് ചെയ്യുന്നത്. എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേംസ് മാഗ്നിഫിക്കേഷൻ. It is the ratio between the angle subtended at the eye by the virtual image and that subtended by the object. നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് ഐ ഉണ്ടാക്കുന്ന ആംഗിളും നമ്മുടെ എന്തുമായിട്ട് വിർച്വൽ ഇമേജുമായിട്ട് ഐ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ്. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെയും അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ അപ്പേർച്ചർ. അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഒരു ടേമായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. എന്താണ് അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ, എമൗണ്ട് ഓഫ് ലൈറ്റ് വിച്ച് എൻറ്റേഴ്സ് ദ ടെലിസ്കോപ്പ്. നമ്മൾ ടെലിസ്കോപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂവിന് കൂടി എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് ടു ഹൈ ഒബ്ജക്ട്സ് അപ്പിയർ വിൽ ബി ഫെയിൻറ്റ്. മാഗ്നിഫിക്കേഷൻ കൂടുതലാണെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫെയിൻ്റ് ആയിരിക്കും. ദെൻ മാഗ്നിഫിക്കേഷൻ ഈസ് ടു ലോ ഒബ്ജക്റ്റ് വിൽ അപ്പിയർ ടു സ്മോൾ. മാഗ്നിഫിക്കേഷൻ ഒരുപാട് കുറവാണെങ്കിലും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഭയങ്കര ചെറുതായി പോകും. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ സൈസ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഹോൾ സർക്കുലർ ഏരിയ സീൻ അറ്റ് വൺ ടൈം ത്രൂ ദ ടെലിസ്കോപ്പ്. നമ്മളൊരു ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഹോൾ സർക്കുലർ ഏരിയനെയാണ് നമ്മൾ സൈസ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ആസ് മാഗ്നിഫിക്കേഷൻ ഡിക്രീസസ് സൈസ് ഓഫ് ഫീൽഡ് ഇൻക്രീസസ്. മാഗ്നിഫിക്കേഷൻ കുറയും തോറും എന്ത് ചെയ്യുന്നുണ്ട്, സൈസ് ഓഫ് ഫീൽഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഓർത്തു വെക്കുക. എന്തൊക്കെയായിരുന്നുള്ളത്, അപ്ലനേഷൻ, അക്രോമാറ്റിസം, ഡെഫിനിഷൻ, ഇലുമിനേഷൻ ഓർ ബ്രൈറ്റ്നെസ്, മാഗ്നിഫിക്കേഷൻ, ദെൻ സൈസ് ഓഫ് ഫീൽഡ്. ഇത്രയും ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ലെവലിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കുറച്ച് ടേംസ് പരിചയപ്പെട്ടു, പിന്നെ നമ്മൾ മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ലെവലിങ്ങിൽ ലെവൽ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു, ലെവലിംഗ് സ്റ്റാഫും കണ്ടു. അതിനുശേഷം നമ്മൾ സർവേയിങ് ടെലിസ്കോപ്പ് കണ്ടു, ടെലിസ്കോപ്പിലെ പാർട്സ്, അതിൽ ലെൻസിൽ വരുന്ന ഡിഫക്ട്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കണ്ടു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോവുക. എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പഠിച്ചത് എഫക്റ്റീവ് ആണോ എന്നറിയെങ്കിൽ നമ്മൾ എക്സാം എഴുതി നോക്കി തന്നെ വേണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.